നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനെന്നുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെന്നുള്ളൊരു വ്യക്തിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. വേറൊരാൾ വന്ന് ഹസ്ബൻഡ് എന്നെ നോക്കും, അല്ലെങ്കിൽ കുട്ടികൾ വലുതാകുമ്പോൾ ഞാൻ ഇത്ര നാളും അവരെ നോക്കി, അപ്പോൾ അവർ വലുതാകുമ്പോൾ എന്നെ തിരിച്ച് നോക്കും. അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ സന്തോഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതായത് എത്ര തിരക്കുകളുണ്ടെങ്കിലും എത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും നമ്മൾ 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തുള്ളൊരു 1 അവറോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നുള്ള 1 അവറോ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത്, കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജേർണലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതായത് നമ്മളുടെ മനസ്സിലെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങൾ എഴുതാം, സന്തോഷങ്ങളുണ്ടെങ്കിൽ സന്തോഷം എഴുതാം. ചില അച്ചീവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ആ അച്ചീവ്മെൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. നമുക്ക് ചിലപ്പോൾ ആരും മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ, കുട്ടികൾ ചിലപ്പോൾ പഠിക്കാൻ പോയിട്ടുണ്ടായിരിക്കും, ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ മനസ്സുറന്ന് സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മളുടെ അടുത്ത് ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു നല്ല മെത്തേഡാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സിൽ നമുക്ക് പറയണം എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ജേർണൽ ചെയ്യുക. സന്തോഷം, വിഷമം, നമ്മളുടെ പ്രയാസങ്ങൾ, ദേഷ്യം, ഇറിറ്റേഷൻസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജേർണൽ ചെയ്യാവുന്നതാണ്. ഈ ജേർണലിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്താണ് ദേഷ്യമുള്ളത്, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നമുക്കതിനെക്കുറിച്ച് നല്ല ക്ലാരിറ്റി കിട്ടും. വീട്ടിലുള്ള സകലർക്കും വേണ്ടിയിട്ട് സാക്രിഫൈ ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് പറ്റണം. സോ ഈ ജേർണലിംഗ് നിങ്ങളെ ഒരു സെൽഫ് അവെയർനെസ് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ചെയ്യാനുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. അല്ലാതെ ഇവരെനിക്കത് ചെയ്തു തരണം, മറ്റവരിങ്ങനെ ചെയ്തു തരണം, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മളെ തന്നെ വെക്കുക. നമ്മളുടെ മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, നമ്മളുടെ ഹാപ്പിനെസ്, നമ്മൾക്കൊരു മീ ടൈം, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക.